ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പാലക്കാട് കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി യുവാക്കൾ. ആട്ടയാമ്പതി സ്വദേശി സരളമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. 66 വയസ്സുകാരിയായ സരളമ്മാളിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടെയാണ് കൊലപാതകം. കഴിഞ്ഞ മാസം 10-നാണ് സരസമ്മാളിനെ കാണാതാകുന്നത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം തെളിഞ്ഞത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഈ കൊലപാതകം നടന്ന 1 മാസം പിന്നിടുകയാണ്. ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. മധു, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതിക്ക് സമീപം ആട്ടയാമ്പതി മേഖലയിലാണ്. ഇവിടെ ഈ കാണുന്ന വീട്ടിൽ വെച്ചാണ് ഈ 66 വയസ്സുകാരിയായിട്ടുള്ള സരസമ്മാൾ എന്ന് പറയുന്നവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഉള്ളത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയോടുകൂടിയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ ഈ സരസമ്മാളെ കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു പരാതി ലഭിക്കുന്നത്. പിന്നീട് ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഫ്ഐആർ കൊഴിഞ്ഞാമ്പാറ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള ഒരു സംശയം പോലീസ് സംഘത്തിനുണ്ടാവുന്നത്. ഈ സരസമ്മാളുടെ വീടിന് സമീപത്ത് തന്നെ താമസിക്കുന്ന ചില യുവാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പോലീസിന് തോന്നിയ ചില സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഇപ്പോൾ ഈ സരസമ്മാളുടെ മരണം അതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് സംഘം എത്തിയത്. പിന്നീട് ഈ യുവാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ കൂടുതൽ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ സരസമ്മാളിനെ ഈ കാണുന്ന ഈ സംഭവത്തിലെ പ്രതി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ വീടാണിത്. ആ വീട്ടിൻ്റെ മുൻവശത്തേക്ക് എത്തിച്ച് അവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തി പിന്നീട് ഈ വീടിനകത്ത് വെച്ച് അവരെ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഈ വീടിൻ്റെ പുറകു വശത്ത് അവരെ കുഴിച്ചിട്ടു എന്നുള്ളത് ഈ യുവാവ് പോലീസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ 19 വയസ്സുകാരനായിട്ടുള്ള യുവാവ് ഇപ്പോഴും കൊഴിഞ്ഞാമ്പാറ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. നിലവിൽ ഈ യുവാവ് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം 2 പേർ ചേർന്ന്, അതായത് യുവാവും യുവാവിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള 17 വയസ്സുകാരനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. 2 പേരും കൂടി ചേർന്ന് സരസമ്മാളിനെ മോഷണം, അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെ ഈ കാണുന്ന വീട്ടുപരിസരത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മൃതദേഹം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് മൃതദേഹം ഈ വീടിന് പുറകുവശത്ത് ഒരിടത്ത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് യുവാക്കൾ ഇപ്പോൾ പോലീസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. അല്പസമയത്തിന് തന്നെ RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാരുടെ സംഘവും ഇവിടേക്ക് എത്തും. അതിനുശേഷം പിന്നീട് ഈ യുവാവ് ഈ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള മേഖലയിൽ വെച്ച് പരിശോധന നടത്തി അവിടെ ഈ യുവാവ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ മറ്റു നടപടികളിലേക്ക് വീടുകളൊക്കെയുള്ള സ്ഥലമാണല്ലോ. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൂര കൊലപാതകം യുവാക്കൾക്ക് അവിടെ വന്ന് നടത്താൻ സാധിച്ചത്? മധു, എന്തായാലും ഇതെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് സംഘം നിലവിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയോടുകൂടിയാണ് ഈ സരസമ്മാളിനെ കാണാതാവുന്നത്. പിന്നാലെയാണ് അവരുടെ ബന്ധുക്കൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പോലീസ് വിശദമായി അന്വേഷണം നടത്തിയതിനിടയിലാണ് ഇത്തരത്തിൽ യുവാക്കളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും പിന്നീട് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവരിത്തരത്തിൽ ക്രൂരമായി സരസമ്മാളിനെ കൊന്നു. അതിനുശേഷം പിന്നീട് മൃതദേഹം തീയിട്ട് നശിപ്പിച്ചു. അതിനുശേഷം പിന്നീട് കുഴിച്ചിട്ടു വീടിന് സമീപത്ത് എന്നുള്ളത് പോലീസിന് മൊഴി നൽകി. അതിന് നാട്ടുകാർ ചേരുന്നുണ്ട്. നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ മാസം 10-ാം തീയതിക്ക് ശേഷം ഈ അമ്മയെ കണ്ടിട്ടില്ല. അത് ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ വരും. സെഞ്ചിലൊക്കെ അവർ ഈ ഒക്കടമൊക്കെ പോയിട്ട് കായ്കറിയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ്. ആദ്യം ഇവിടെയായിരുന്നു അംഗനവാടി. ആ അമ്മൻ്റെ വീടാണ് അംഗനവാടിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. നല്ല ക്യാരക്ടറാണ്. ആ തള്ളയൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തവരിനെ തൂക്കിലിട്ടാലും ആർക്കും ഒരു പരാതിയില്ല. ഞങ്ങൾക്ക് പറഞ്ഞാൽ പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട് സാറേ. അപ്പം ഞങ്ങൾക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ശരി അമ്മനെ കാണാനില്ല, അവരിൻ്റെ മക്കളും മരുമക്കന്മാരും ഒക്കെ കംപ്ലൈൻറ്റ് അതിൻ്റെ എൻക്വയറിക്ക് വരികയായിരിക്കും. ഞങ്ങളൊക്കെ വൈകുന്നേരം പോയത് രാവിലെയും നൈറ്റ് പണിക്ക് പോയ ഇവരൊക്കെ വയസ്സായതുകളാണ്. ഇവർക്ക് ആർക്കും ഈ തള്ളമാർക്കെ സേഫ്റ്റി ഇതാ പറയുമ്പോൾ ഈ കുട്ടികൾ വളരുന്ന കുട്ടികൾക്കും നമുക്കൊക്കെ എന്ത് സേഫ്റ്റി? ഇപ്പോൾ ഈ പോലീസ് സംശയം പറയുന്ന ഈ യുവാക്കൾ ഇവിടെ തന്നെയുള്ള നാട്ടുകാർ തന്നെ ഇവിടുത്തെ തന്നെ. ആദ്യം ആ ചെക്കൻ അവിടുത്തെ ഒരു ചെക്കനെ വെട്ടിയ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പയ്യൻ വെട്ടിയത് ആ ചെക്കൻ പോയി എത്രയോ ദിവസം ഇരുന്നിട്ട് പുറത്ത് വന്നേ ഉള്ളൂ. വന്നിട്ട് 2 മാസം അവൻ ഇറങ്ങിയിട്ട് കുറേ ദിവസമൊക്കെ എവിടെയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ അമ്മൻ്റെ അടുത്ത്, നിൻ്റെ മകൻ ഇനി ഇവിടെ ഒരിക്കൽ വന്നാ
എല്ലാവരും ചേർന്ന് എൻ്റെ മനെ കൊല്ലും. എന്ത് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും സേഫ്റ്റി ഇല്ല സാർ. ഈ വയസ്സായ തള്ളയ്ക്ക് സേഫ്റ്റി ഇല്ല പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ പെൺകുട്ടികളെ വെച്ചിരിക്കുമ്പോൾ എന്ത് സേഫ്റ്റി ഉണ്ട്? ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പേടിയാവണു. ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങൾ പണിക്ക് പോകാണ്ട് കഴിയാൻ പറ്റുമോ? എന്താ ഈ തൊട്ട വീടാണ് സരസമ്മയുടെ തൊട്ട വീടിൻ്റെ അടുത്ത. നിങ്ങൾ ഈ ദിവസത്തിന് ശേഷം അമ്മയെ കണ്ടിട്ടില്ല? ഏതായാലും മാധു, ആ നാട്ടുകാർ അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരികയാണ്. കഴിഞ്ഞ മാസം ഈ അമ്മയെ കാണാതായപ്പോൾ ഈ അമ്മ എവിടേക്ക് പോയി എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാരെല്ലാം അന്വേഷിച്ചിരുന്നത്. പിന്നീട് പോലീസിന് ഈ നാട്ടിലേക്ക് എത്തി നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ചില യുവാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് നാട്ടുകാരിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നീട് ആ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം നീങ്ങുകയും അവരുടെ പെരുമാറ്റത്തിലും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതിലും ചില സംശയങ്ങൾ തോന്നുകയും പിന്നീട് അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്താണ് ഈ യുവാക്കളിൽ ഒരാൾ 19 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവ് തങ്ങൾ ഇത്തരത്തിൽ ഈ അമ്മയെ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം പിന്നീട് മൃതദേഹം ഈ വീടിന് സമീപത്ത് തന്നെ പുറകുവശത്ത് തന്നെയുള്ള ഒരു പറമ്പിൽ അവിടെ കുഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ മൊഴി ലഭിച്ചതിന് ശേഷം പിന്നീട് യുവാവിനെ ഈ കസ്റ്റഡിയിലേക്ക് മാറ്റി ഇപ്പോൾ പോലീസ് സംഘം ഈ വീട്ടിലേക്ക് എത്തി തുടർ പരിശോധനകൾ നടത്തുകയാണ്. ഏതായാലും RDO അതുപോലെ തന്നെ മറ്റ് ഫോറൻസിക് സർജന്മാർ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് വന്ന് ഈ യുവാക്കൾ പറയുന്ന ഈ മേഖലയിലേക്ക് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അവിടെ വെച്ച് പിന്നീട് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്.